നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂലൈ മാസം 3-ാം തീയതി 1201 ആണ്ട് മിഥുന മാസം 19-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് തിരുവോണം നക്ഷത്രമാണ്. ഏകദേശം ഇന്ന ദിവസം 11 മണി വരെയും തിരുവോണ നക്ഷത്രം തന്നെയാണ്. അപ്പോൾ നമുക്കിന്ന് തിരുവോണ നക്ഷത്രത്തിന് തന്നെ പ്രാധാന്യം കൊടുക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും പോണതും പ്രധാനമായിട്ട് കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഓഫീസിൽ എത്തുന്നതും എല്ലാം തിരുവോണ നക്ഷത്രത്തിൽ തന്നെയാണ്. തിരുവോണ നക്ഷത്രം ശുഭനക്ഷത്രമാണ്. വെള്ളിയാഴ്ച, അതായത് ശുക്രവാരം, ശുക്രൻ്റെ ദിവസം. ശുക്രൻ വേഴനെ പോലെ തന്നെ, വേഴം ദേവഗുരുവാണ്, ശുക്രൻ അസുരഗുരുവാണ്. വേഴത്തിൻ്റെ 3/4 ഭാഗം ബലമേ ശുക്രനുള്ളൂ എങ്കിലും ശുക്രൻ ക്ഷിപ്രപ്രസാദിയാണ്, പെട്ടെന്ന് ഫലത്തെ തരുന്നവനാണ് ശുക്രൻ. അതുകൊണ്ടാണ് എല്ലാവരും ശുക്രനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അവനിപ്പോൾ ശുക്രദശ എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ശുക്രനെ വരവേൽക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. ഇന്ന് ശുക്രൻ്റെ ദിവസം, അതായത് വെള്ളിയാഴ്ച, ശുക്രവാരം. അതുപോലെ തന്നെ ഇന്നത്തെ നക്ഷത്രവും നല്ല നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം. ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ സമയമാണ്. അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, മിഥുന മാസത്തിലെ തിരുവോണ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശുക്രനെ കൊണ്ട് കുറേ നേട്ടഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പ്രധാനമായിട്ട് വിവാഹം നടക്കാത്തവർക്ക് ശുക്രൻ വിവാഹകാരകത്വം വഹിച്ച ഗ്രഹമാണ്. ഇണയെ തരും, പങ്കാളിയെ തരുന്നവനാണ് ശുക്രൻ. അതുപോലെ തന്നെ ശുക്രൻ പങ്കാളിയെ പ്രദാനം ചെയ്ത് തരും. നല്ല വീട്, വാഹനം, ഇവയ്ക്കെല്ലാം സപ്പോർട്ട് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് സുഖ സൗഖ്യങ്ങളെ പ്രദാനം ചെയ്ത് തരുമെന്നാണ്. അപ്പോൾ നമുക്ക് സൗഖ്യപ്രദമായ അവസ്ഥകൾ തരും, സാമ്പത്തിക നേട്ടത്തെ തരും, സമാധാനത്തെയും സന്തോഷത്തെയും പ്രദാനം ചെയ്ത് തരും. ഇതൊക്കെ തരുന്നവനാണ് ശുക്രൻ. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് അനുകൂലപ്രദമായ ഒരു വർഷത്തെ തന്നിരിക്കുകയാണ് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ. അപ്പോൾ ഈ ഒരു വർഷത്തെ നിങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അതുപോലെ ഇന്നും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാഹുകാല സമയം 10:30 മണി മുതൽ 12 മണി വരെയാണ് രാഹുകാലം കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ രാഹുകാല സമയം 10:54 തുടങ്ങുള്ളൂ. 12 മണിക്ക് തീരൂല, 12:29 രാഹുകാലം അവസാനിക്കുകയുള്ളൂ. അപ്പോൾ രാഹുകാല സമയം നമ്മൾ ഓരോ ശുഭയാത്രയ്ക്ക് ഒഴിവാക്കുക. അതുപോലെ ഇന്നും യമകണ്ഠ കാല സമയവും ഗുളിക കാല സമയമുണ്ട്. ഗുളികനും യമകണ്ഠനും ഉദിച്ചു നിൽക്കുന്ന സമയം ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത്. ഇന്ന് ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 7:46 തൊട്ട് 9:20 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 3:37 തൊട്ട് 5:12 വരെയും. ഈ 2 സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അല്ലാതെ തന്നെ മുഹൂർത്തമുള്ള ദിവസമാണ്. എന്നാൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:05 തൊട്ട് 12:53 വരെ 48 നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങളും ചെയ്യാം. ഏറ്റവും പോസിറ്റീവ് കവചം, പോസിറ്റീവ് എനർജി നിൽക്കുന്ന സമയമാണ് ഈ സമയം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ചുവന്ന വസ്ത്രം, റെഡ് കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ഇന്നത്തെ ദിവസം
ശുക്ര ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.